മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വലിയൊരു പ്രഭാഷകനായിരുന്നു. പ്രഭാഷകൻ മാത്രമായിരുന്നു എന്നല്ല, പ്രഭാഷകനും കൂടിയായിരുന്നു എന്നാണ്. ഗൗസുൽ ആദം പലതുമാണ്. മുദരിസാണ്, 40 വർഷം ദർസ് നടത്തിയിട്ടുള്ള ഒരു മുദരിസാണ്. കച്ചവടക്കാരനാണ്, 65 കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിയാണ്, 50 വർഷം പഠനം നടത്തിയിട്ടുണ്ട്. ഔലിയാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഗൗസ് എന്ന സ്ഥാനത്തിൻ്റെ ഉടമയാണ്. വലിയ ആലിമാണ്. അതിനെല്ലാം പുറമെ 4 അല്ലെങ്കിൽ 5 അബ്ബാസിയ ഭരണാധികാരികളുടെ കാലത്ത് ജീവിക്കുകയും അവർക്ക് ഭരണത്തിൽ പാലിക്കേണ്ട മതപരമായ ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്വന്തമായി കപ്പലുണ്ടായിരുന്ന ആളാണ്. അതൊക്കെ നിൽക്കുന്നതോടൊപ്പം വലിയ പ്രഭാഷകനാണ്. 40 കൊല്ലം തുടർച്ചയായി മഹാനായ ഗൗസുൽ ആദം പ്രഭാഷണം നടത്തിയിട്ടുണ്ടെന്നാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി 50,000 ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്നാണ്. ഇന്നിപ്പോൾ 50,000 ആൾ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം തോന്നില്ല. 1000 കൊല്ലം മുമ്പ് 50,000 ആൾ എന്ന് പറഞ്ഞാൽ ഒരു പെര കഴിഞ്ഞാൽ അടുത്ത പെരയൊക്കെ എന്തായാലും 2 കിലോമീറ്റർ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലം എന്ന് കണക്കൂട്ടിയിട്ട് വേണം 50,000 ആളുകൾ പങ്കെടുത്തിരുന്നു എന്നതിൻ്റെ വലുപ്പത്തെ വിലയിരുത്താൻ. ധാരാളം തത്വോപദേശങ്ങളാണ് ഗൗസുൽ ആദമിൻ്റെ പ്രഭാഷണങ്ങൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ അധിക പ്രസംഗങ്ങളും ഇഷ്കായിരുന്നുവെങ്കിൽ ഗൗസുൽ ആദമിൻ്റെ അധിക പ്രഭാഷണങ്ങളും വലിയ തത്വോപദേശങ്ങളാണ്. ഒരു മനുഷ്യൻ നന്നായി തീരണമെങ്കിൽ 8 അമ്പിയാക്കളുടെ സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഫുതൂഹുൽ ഗൈബ് എന്ന തൻ്റെ തത്വോപദേശത്തിൽ പറഞ്ഞതായി കാണും. അതിലൊന്നാമത്തേത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദാനശീലം എന്നതാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി ദാനം നടത്തിയിരുന്ന ആൾ, ധർമ്മം ചെയ്തിരുന്ന ആൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദാനം വിരുന്നു സൽക്കാരാണ്. ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഒരാളെ കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഭക്ഷണം അങ്ങനെ വെച്ചിട്ട് മൂപ്പര് ഇരിക്കും. ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ട് കൂടെ ഭക്ഷണം കഴിക്കും. അങ്ങനെ വിരുന്നു സൽക്കാരത്തിൽ വലിയ പ്രിയമുള്ള, വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഒരിക്കൽ മഹാനവറുകൾക്ക് വിരുന്നു സൽക്കാരത്തിൻ്റെ ഹരം കൂടിയപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിനെ ഞാൻ അർത്ഥങ്ങാണ്ട് വിരുന്നു സൽക്കാരം നടത്തുമെന്ന് പറഞ്ഞതാണ് മഹാനവറുകളോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി നിർദ്ദേശിക്കാനുണ്ടായ കാരണമെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാത്ത അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനൊരു അഭിപ്രായം കൂടി ആ വിഷയത്തിലുണ്ട്. അത്രയും വലിയ വിരുന്നു സൽക്കാര പ്രിയനാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നതായി ഒരു താരീഖുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലെ, നിങ്ങൾ ഭൂമിയിൽ ദുനിയാവിൽ ധാരാളം അമ്പിയാക്കൾക്ക് വഹ്യ് നൽകാൻ വേണ്ടി വരികയും ഒരുപാട് അനുഭവ സമ്പത്തുണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പൃക്കായ മനസ്സിന്ന് പോകാത്തൊരനുഭവം പറയുമെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ മനസ്സിന്ന് പോകാത്തൊരനുഭവം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി വന്ന അനുഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചെന്നാൽ അതെങ്ങനെ, അതൊന്ന് പറഞ്ഞാണി പറഞ്ഞു. അതിൽ പറഞ്ഞു, ഞങ്ങൾ 3 മലക്കുകൾ മനുഷ്യരൂപത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു. അങ്ങനെ ആദ്യം പോയത് ഇബ്രാഹിം നബീൻ്റെ അടുത്തേക്കാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ് ലൂത്ത് നബി അലൈഹിസ്സലാം ജീവിക്കുന്നത്. ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ മനുഷ്യരൂപത്തിൽ ഞങ്ങളിങ്ങനെ ചേരുന്നുണ്ടപ്പോൾ വിരുന്നേരാണ് എന്ന് കരുതിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേഗം ഒരു മൂരിക്കുട്ടിനർത്ഥം കണ്ട് ബിരിയാണി വെച്ചു. ബിരിയാണി എന്ന് പറഞ്ഞത് ഇന്നത്തെ ഇതിനനുസരിച്ച് പറഞ്ഞതാണ്. വിരുന്നേരാകുമ്പോൾ അങ്ങനെയുള്ളോ എന്ന് കരുതിയിട്ട് അന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണം എന്നൊരർത്ഥത്തിൽ എടുത്താൽ മതി. ബിരിയാണി എന്നൊക്കെ ഏത് കിതാബിലാന്ന് ചോദിക്കരുത്, അങ്ങനെ ഉണ്ടല്ലോ. ഗൗസുൽ ആദമിൻ്റെ വാപ്പ അബൂ സാലിഹിനെ പറ്റിയിട്ട് ഒരു കഥ പറയലുണ്ട്. സാധാരണ
പുഴയിൽ കൂടെ പിന്നെ അത്തിപ്പുഴ വലിച്ചു വന്നപ്പോൾ തിന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധികം ആൾക്കാരും അന്വേഷിക്കുന്നത് അത് ഏത് കിതാബിലാന്നാണ്. കിതാബിലാന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം അറബിയിലുള്ള ഏത് കിതാബിലാന്നാണ്. ഒരു താരീഖ് എന്ന് പറഞ്ഞത് അറബിയിലെ കിതാബിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. നേരത്തെ ചരിത്രങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അറബിയേക്കാൾ പേർഷ്യൻ ഗ്രന്ഥങ്ങളിലാണ്, ഫാരിസി ഭാഷയിലാണ്. പിന്നെ കുറേ ചരിത്രങ്ങളുള്ളത് ഉറുദു ഭാഷയിലാണ്. അറബിയിൽ തന്നെ വേണമെന്നും അത് വളരെ പഴക്കമുള്ളതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി വേറെ ഒന്ന് ആ ചരിത്രം അങ്ങനെ തന്നെ ഇക്കോളൊന്നും നിർബന്ധമൊന്നുമില്ല. അതേ ചരിത്രം അബു ഹനീഫ ഇമാമിന്റെ വാപ്പാനെ പറ്റിയിട്ടാണ് അഭിപ്രായമുണ്ട്. ആരെ പറ്റിയിട്ടാണെങ്കിലും അതിലൊരു സന്ദേശമുണ്ട്. അതിന്റെ സന്ദേശം മാതാപിതാക്കളുടെ ഗുണമാണ് മക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ആ താരീഖ് ആരെ പറ്റിയിട്ടാണെങ്കിലും ഗുണപാഠം ഓക്കെയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുണം എന്താണോ അത് മക്കൾക്കുണ്ടാവും എന്ന ഗുണപാഠം അതിൽ കറക്റ്റാണ്. അപ്പം എന്തായാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി വേഗം ഒരു മൂരിക്കുട്ടിനെ ഇറത്തുങ്ങാണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വിരുന്നേരോട് എന്നാൽ കഴിക്കാൻ വേണ്ടി നീച്ചോളി പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങളങ്ങനെ തിന്നണ ഐറ്റമൊന്നുമല്ല, ഞങ്ങൾ മലക്കുകളാണ് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു പഠിച്ചാൽ എൻ്റെ മൂരിക്കുട്ടിയും പോയല്ല അള്ളാ, നിങ്ങൾ എന്തേ പോകുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഞങ്ങൾ പോകുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഒരുപാട് സംസാരമുണ്ട്. ആദ്യം പറഞ്ഞത് നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് സാറാ ബീവിയിൽ, ആ കുട്ടി ഉണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഹാജറ ബീവിയിലാണ് മോനെ ആദ്യം ഉണ്ടായത്, ഇസ്മായിൽ അലൈഹി ഇസ്ലാം. സാറാ ബീവി ആദ്യത്തെ ഭാര്യയാണ്, അതിൽ മക്കളുണ്ടായിരുന്നില്ല. ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുള്ളതിനേക്കാൾ കൂടുതൽ പ്രായവുമായിട്ടുണ്ട് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ സാറാബിക്ക് കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ വാതിലിന്റെ മറുവിൽ ഇങ്ങനെ സാറാബിയു നിന്നിരുന്നു. ഈ വർത്താനം കേട്ടിട്ട് ഈ വർത്താനം കേട്ടേക്കിന് സാറാബി അങ്ങോട്ട് ചിരിച്ചു എന്നാണ്. ചിരിച്ചപ്പോ പിന്നെ എന്നോട് ഉസ്താദ് വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ തേമം കണ്ടാ പിന്നെ അല്ല വെള്ളം കണ്ടാ പിന്നെ തേമം പാത്തില്ലെന്നാണല്ലോ. എന്തായാലും പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായി. അപ്പോ മറവിലിങ്ങനെ സാറാബിയും നിന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ചിരിച്ചപ്പോ മെൻസസ് രക്തം ഉണ്ടായി, അങ്ങനെ കുട്ടി ഉണ്ടായി എന്നാണ്. അപ്പൊ ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ എന്താ നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾക്ക് ഞാൻ എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാം, വേണമെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ ഞങ്ങളെ കൊണ്ട് കെട്ടിച്ചേരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പെണ്ണിട്ടുന്ന സൈസ് ഒന്നല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും സമ്മതം വാങ്ങിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയാണ് ഞങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ ഞാനിങ്ങനെ അടിക്കൂടെ ഇങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചിട്ടുങ്ങാണ്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിരുന്നിന് സൽക്കാരത്തിന് മലക്കൾ വന്നപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ്. അങ്ങനെ വലിയൊരു ദാനശീലമാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നത്. ഇതുപോലെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സൂഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്കിനർത്ഥം രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രം എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു സാങ്കേതികമായി പ്രയോഗിക്കുന്നത് എളിമയായ ജീവിതം എന്നതാണ്. മൂസ നബി അലൈഹി ഇസ്ലാം വളരെ എളിമയായ ജീവിതം നയിച്ചിരുന്ന ആളാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഞ്ചാരം ജീവിതത്തിൽ പകർത്തണം എന്നാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആൾ ഈസാ നബിയാണ് എന്നാണ്. ചുറ്റിക്കറങ്ങിയ ആൾ മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹി ഇസ്ലാമാണ്. ലോകം കണ്ടുകൊണ്ടും ലോകത്തെ അത്ഭുതങ്ങൾ സന്ദർശിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ അജായിബുകളെ ഓർത്തുകൊണ്ടും അങ്ങനെ കറങ്ങി നടന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അങ്ങനെ അവസാനം പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാരിദ്ര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്ക് ദരിദ്രനല്ല, ഫക്കീറല്ല. നബി തങ്ങൾക്ക് ആദ്യം അങ്ങനെ ഫക്കറിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ വല്ലുഹാ വല്ലൈലിയുടെ അവസാന ഭാഗത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു ഗനിയായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി തങ്ങളുടെ ഫക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയ പൈസക്ക് അപ്പം തന്നെ ചെലവാക്കിയിട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അടുത്തതപ്പം തന്നെ വരും, അത് വേറെ കാര്യം. അങ്ങനെയുള്ള ഒരു ഫക്കർ, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫക്കർ. അങ്ങനെ അമ്പിയാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നാണ്
ഗൗസുല്ലാദം വലിയ പ്രഭാഷകനായിരുന്നു എന്ന് പറഞ്ഞതാണ് ഫുതുഹുൽ ഗൈബിൽ. മഹാനവറുകൾ ഈ വിഷയം വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മദദ് ഫൈലാനി നൂറാനിയത്തിനെ നമ്മളിലേക്ക് വർഷിക്കട്ടെ. ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിബൽ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും വീട്ടി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.